നമ്മൾ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് പേടിച്ചിട്ടായിരിക്കും. ഒരു മാനേജറെ പേടിച്ചിട്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ചില രോഗങ്ങളെ പേടിച്ചിട്ട് എക്സസൈസ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നത് വളരെ ഇഷ്ടത്തോടു കൂടിയായിരിക്കും. അതൊരു പക്ഷേ നമ്മുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതായിരിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഹോബീസ് എന്തെങ്കിലും അതിൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടാവുന്നത്. ഏതിനാണ് കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക? ഒരു സംശയമില്ലല്ലേ, രണ്ടാമത് പറഞ്ഞതിനാണ്. കൂടുതൽ ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ നമുക്ക് അത് എൻജോയ് ചെയ്യാനും അതിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാനും സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമുക്ക് ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് പഠിക്കാം എന്ന് പറയുന്നത്. അതായത് കഷ്ടപ്പാടുള്ള കാര്യങ്ങൾ, തീരെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ഗ്രാജുവലി നമ്മൾ ഈ കഷ്ടപ്പെട്ട സംഭവത്തിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. അങ്ങനെയാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നമുക്കിങ്ങനെ വല്ലാണ്ട് പേടിയൊക്കെ ആയിട്ടുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു റിസൾട്ട് ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ ഏത് പേടിയുള്ള സംഗതിയും നമ്മളൊരു മോട്ടിവേഷനോട് കൂടി ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇഷ്ടപ്പെടാനും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാനും അത് എൻജോയ് ചെയ്യാനും സാധിക്കും. ശരിയല്ലേ?